ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 164 എപ്പിസോഡ്. നമ്മൾ മരിയസ്തുതി നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ 2ാം ഭാഗം, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ എന്നുള്ള ഭാഗം ധ്യാനിക്കുകയാണ്. തമ്പുരാന്റെ അമ്മേ, അതാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ ഒരു വശം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദൈവമാതാവ് എന്നാണ് ലത്തീൻ സഭയിൽ പറയുന്നത്. ദൈവമാതാവ്. പൗരത്വ സഭകൾ ദൈവമാതാവ് എന്ന വാക്കിനേക്കാൾ ഉപയോഗിക്കുന്നത് വേറെ 2 വാക്കുകളാണ്. ഒന്ന് മിശിഹായുടെ അമ്മ, ക്രിസ്തോത്തോക്കോസ്. പിന്നെ ഒന്ന് തെയോത്തോക്കോസ്, ദൈവവാഹക, ഗോഡ് ബെയറർ. ദൈവത്തെ പ്രസവിച്ചവൾ എന്നും അല്ലേ ഗോഡ് ബെയർ എന്ന വാക്കിന് അർത്ഥമുണ്ട്. ദൈവത്തെ പ്രസവിച്ചവൾ എന്ന അർത്ഥം പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് ഈ പരിശുദ്ധ തൃത്വത്തെ പ്രസവിച്ചവൾ എന്ന അർത്ഥത്തിലല്ല. ദൈവമാതാവ് എന്ന വാക്കിനേക്കാളും പൗരസ്ത്യ സഭകൾ ഉപയോഗിക്കുന്നത് ഒന്ന് മിശിഹായുടെ മാതാവ് ക്രിസ്തോത്തോക്കോസ് എന്നാണ്, പിന്നെ ഒന്ന് തെയോത്തോക്കോസ് ആണ്. ക്രിസ്തോത്തോക്കോസ് എന്ന് പറഞ്ഞാൽ അത് ദൈവമാതൃത്വം നിഷേധിക്കുകയാണെന്നൊക്കെ ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒരിക്കലുമില്ല. ആ മിശിഹ ദൈവവും മനുഷ്യനും പൂർണ്ണമായും ദൈവവുമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ദൈവമാതാവ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് ദൈവത്തെ പരിശുദ്ധ തൃത്വത്തെ പ്രസവിച്ചോളം തെറ്റിദ്ധാരണ. ആ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടിയാണ് ക്രിസ്തോത്തോക്കോസ് മിശിഹായുടെ മാതാവ് എന്ന് ഉപയോഗിച്ചിരുന്നത് പൗരസ്ത്യ സഭകൾ. അല്ലാതെ മിശിഹായുടെ ദൈവത്തെ നിഷേധിച്ചത് കൊണ്ടല്ല. അങ്ങനെയാണ് പലരും തെറ്റിദ്ധരിച്ചത്. അങ്ങനെയല്ല. ഇപ്പോഴും കത്തോലിക്ക സഭയും ഈ പൗരസ്ത്യ സഭകൾ, അകത്തോലിക്ക പൗരസ്ത്യ സഭകൾ തമ്മിലുള്ള ചർച്ചകളിലൊക്കെ എടുത്തിരിക്കുന്ന നിലപാട് ദൈവമാതാവ് എന്ന് ലത്തീൻ സഭ പറയുന്നതും മിശിഹായുടെ മാതാവ് എന്ന് പൗരസ്ത്യ സഭകൾ പറയുന്നതും രണ്ടും അർത്ഥമാക്കുന്നു തന്നെ. എന്താണ്? മറിയത്തിൽ നിന്ന് ജനിച്ച ശിശുവും മിശിഹായും രക്ഷകനും ദൈവം തന്നെയായ പുത്രനുമാണ്. അക്കാര്യത്തിൽ പൗരസ്ത്യ സഭകളും പാശ്ചാത്യ സഭയും ഒരേ നിലപാടാണ്. ദൈവമാതാവ് എന്ന വാക്കുകൊണ്ട് ലത്തീൻ സഭയും മിശിഹായുടെ മാതാവ് എന്ന വാക്കുകൊണ്ട് അല്ലെങ്കിൽ സപ്ത കൊണ്ട് പൗരസ്ത്യ സഭകളും ഉദ്ദേശിക്കുന്ന ഒന്ന് തന്നെയാണ്. മറിയത്തിൽ നിന്ന് ജനിച്ച ശിശു ദൈവം തന്നെയായ പുത്രനാണ്, മിശിഹയാണ്, രക്ഷകനാണ്. ഈ കാര്യത്തിൽ യാതൊരു തർക്കമില്ല. വ്യത്യസ്തമായ സംജ്ഞകൾ ഉപയോഗിക്കുന്നു. ആ സംജ്ഞകൾ മിശിഹായുടെ മാതാവ് എന്ന് പറയുമ്പോൾ ദൈവമാതാവ് എന്ന് പറയുന്ന ആ തെറ്റിദ്ധാരണ ഒഴിവാക്കാനും പറ്റും. ഈ മിശിഹായുടെ മാതാവ് എന്നതിനേക്കാളും കൂടുതൽ ലോകപ്രിയതയാർജിച്ച അല്ലെങ്കിൽ പ്രശസ്തമായിരിക്കുന്നത് തെയോത്തോക്കോസ്. തെയോത്തോക്കോസ് എന്ന വാക്കിന് ലിറ്ററായിട്ട് പറഞ്ഞാൽ ഗോഡ് ബെയറർ എന്നാണ്. ഗോഡ് ബെയറർ എന്നതിന് രണ്ട് അർത്ഥ സൂചനയുണ്ട്. ദൈവവാഹക എന്നുണ്ട്, അതുപോലെ ദൈവത്തെ പ്രസവിച്ചവൾ എന്നുണ്ട്. പക്ഷേ ദൈവമാതാവ് എന്ന് പറയുന്ന ആ തെറ്റിദ്ധാരണ ഇല്ല. ഗ്രീക്ക് അറിയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഈ ദൈവത്തെ പ്രസവിച്ചവൾ എന്ന് പറയുമ്പോൾ മറിയത്തിലേക്കല്ല ആദ്യത്തെ സൂചന. മറിയത്തിലേക്കല്ല, മറിച്ച് പുത്രനിലേക്കാണ്. ഗോഡ് ബെയറർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഗോഡ് ബെയറർ, തെയോത്തോക്കോസ്. ആദ്യത്തെ വാക്കെന്താ? ഗോഡ്, തെയോസ്. അപ്പോൾ മനുഷ്യാവതാര രഹസ്യം, ദൈവത്തിന്റെ മനുഷ്യാവതാര രഹസ്യം വെളിപ്പെടുത്തുകയാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവം മനുഷ്യനായി, ഗോഡ്, തെയോസ്. ആ വാക്കാണ് ആദ്യം വരുന്നത്. ദൈവമാതാവ് എന്നുള്ള വാക്കിനകത്തുണ്ട്, മലയാളത്തിലുണ്ട്. മദർ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ അതില്ല. മദർ ഓഫ് ഗോഡ്, മദറിനാണ് പ്രാധാന്യം, ഓഫ് ഗോഡ് പിന്നെയാണ് പറഞ്ഞത്. ദൈവമാതാവ് എന്ന് മലയാളത്തിൽ പറയുമ്പോൾ അത്ര വലിയ പ്രയാസമില്ല. ദൈവം എന്ന വാക്ക് ആദ്യം വരുന്നുണ്ട്. പക്ഷെ ഇംഗ്ലീഷിൽ മദർ ഓഫ് ഗോഡ്, ഗ്രീക്കിൽ അങ്ങനെ തന്നെയാണ്. ഹേ മേത്തർത്ത് ക്യൂരിയു എന്നാണ്. കർത്തൃമാതാവ്, കർത്താവിന്റെ അമ്മ. ഈ മലയാളത്തിൽ കർത്താവിന്റെ അമ്മ കുഴപ്പമില്ല. പക്ഷെ ഗ്രീക്കിൽ പറയുമ്പോൾ മേത്തർ എന്നാണ് ആദ്യം പറഞ്ഞത്, മദർ എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ തെയോത്തോക്കോസ് എന്ന് വാക്ക് പറയുമ്പോൾ ദൈവം മനുഷ്യനായി. ആ മനുഷ്യാവതാര രഹസ്യത്തെയാണ് ദൈവവാഹക എന്ന വാക്കുകൊണ്ട് ദൈവത്തെ പ്രസവിച്ചവൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നതും അവളിൽ നിന്ന് അവൾ പ്രസവിച്ച ശിശു ദൈവമാണെന്നാണ് അർത്ഥമുള്ളൂ. അത് ഗ്രീക്കിൽ അങ്ങനെയാണ് അതിന്റെ അർത്ഥം. നമുക്ക് ഈ ദൈവത്തെ പ്രസവിച്ചവൾ എന്ന് പറയുമ്പോൾ ദൈവമാതാവ് എന്ന് പറയുന്ന അതേ പ്രശ്നം ഉണ്ടെന്ന് പറയാം. പക്ഷെ അത് നമുക്ക് നമ്മുടെ ഭാഷയുടെ പ്രശ്നമാണ്. തെയോത്തോക്കോസ് എന്നതിന് അങ്ങനെ ഒരു പ്രശ്നം ഗ്രീക്കിലില്ല. ഈശോയുടെ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും, ഈ 2 സ്വഭാവത്തിലേക്കും ഒരേ സമയം കൈകൊണ്ടുന്ന ഒരു വാക്കാണ് തെയോത്തോക്കോസ്. ഈശോ ഒരൊറ്റ ആളാണ്, പക്ഷെ ദൈവികാളത്വമാണ്. ആ ദൈവികാളത്വത്തിലേക്ക് മനുഷ്യത്വം സ്വീകരിക്കുകയാണ്. ഈ മനുഷ്യത്വം കൊടുത്തത് ആരാണ്? മറിയമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. അപ്പോ ആദ്യം മുതലേ ഉള്ള ദൈവം, ലോകോസായ ദൈവം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. ആ മാംസം, മനുഷ്യത്വം അത് കൊടുത്തത് ആരാണ്? അത് മറിയമാണ്. ആ കാര്യമാണ് ഊന്നി പറയുന്നത്.
ദൈവമായ ലോഗോസ് മനുഷ്യനായി പിറന്നത്, ഭൂമിയിൽ പിറന്നത് മറിയം എന്ന സ്ത്രീ മനുഷ്യത്വം കൊടുത്തത് കൊണ്ടാണ്, മറിയത്തിലൂടെയാണ്. അപ്പോൾ ഈശോ മിശിഹായുടെ ദൈവ സ്വഭാവത്തിലേക്കും മനുഷ്യ സ്വഭാവത്തിലേക്കും ഒരേ സമയം കൈചൂണ്ടുകയും ദൈവത്തിന്റെ മനുഷ്യാവതാരത്തിന് ഊന്നൽ കൊടുക്കുകയും ചെയ്യുന്ന വാക്കാണ് തെയോത്തോക്കോസ്. ദൈവം തന്നെയായ പുത്രനെ പ്രസവിച്ചവൾ എന്നോ ദൈവവാഹക എന്നോ ഈ തെയോത്തോക്കോസ് വാക്കിന് നമുക്ക് ഏകദേശം അർത്ഥം പറയാൻ പറ്റും. കാരണം ഗ്രീക്കിലെ അതേ സൂചന നമുക്ക് മലയാളത്തിൽ കൊണ്ടുവരാൻ വലിയ പാടാണ്. അതുകൊണ്ടാണ് ഞാൻ ദൈവവാഹക എന്ന വാക്ക് പിന്നെയും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈ ദൈവം തന്നെയായി പുത്രനെ പ്രസവിച്ചവൾ എന്നും ഗോഡ് ബെയർ എന്ന വാക്കിന് അർത്ഥമുണ്ട്. പക്ഷെ ഈ തെയോത്തോക്കോസ് എന്ന വാക്ക് ഗ്രീക്കിലെ അതിന്റെ പൂർണ്ണ അർത്ഥം നമുക്ക് മലയാളത്തിൽ ആവിഷ്കരിക്കാൻ പ്രയാസമുണ്ട്. ഈ സഭാപിതാവായ ജോൺ ഡൊമിഷ്യൻ പറയുന്നത് മറിയം ഗർഭത്തിൽ വഹിച്ച ശിശു ദൈവമായിരുന്നു. അതാണ് തെയോത്തോക്കസിന് അർത്ഥം അദ്ദേഹം കൊടുക്കുന്നത്. മറിയം ഗർഭത്തിൽ വഹിച്ച ശിശു ദൈവമായിരുന്നു, തെയോത്തോക്കോസ്. ഈ ജോൺ ഡൊമിഷ്യൻ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനമാണ് എനിക്ക് വളരെ കുറച്ചുകൂടി നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമായിട്ട് പറയുന്നത്. അതായത് മറിയം ഗർഭത്തിൽ വഹിച്ച ശിശു ദൈവമായിരുന്നു. തെയോത്തോക്കോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. എന്റെ കർത്താവിന്റെ അമ്മ എന്ന് ഈ എലിസബത്ത് പറയുമ്പോഴും ഇതാണ് ഉദ്ദേശിക്കുന്നത് തെയോത്തോക്കോസ്. ചുരുക്കത്തില് തെയോത്തോക്കോസ് എന്ന വാക്ക് എന്റെ കർത്താവിന്റെ അമ്മ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അങ്ങനെയാണ്, ദൈവമാതാവ് എന്ന് പറയുമ്പോഴും മലയാളത്തിൽ അങ്ങനെയാണ്. പക്ഷെ ഗ്രീക്കിലും ഇംഗ്ലീഷിലൊന്നും അത്ര എളുപ്പമല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, മദർ ഓഫ് ഗോഡ്, അമ്മയിലേക്കാണ് പ്രാധാന്യം വരുന്നത്. ഹേ മേത്തർ എന്ന് പറഞ്ഞ ഗ്രീക്കിലും അങ്ങനെയാണ്. പക്ഷേ ഈ തെയോത്തോക്കോസ് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോഴും പിന്നെ നമ്മൾ മലയാളത്തിൽ ദൈവമാതാവെന്നോ മിശിഹായുടെ മാതാവെന്നോ ഒക്കെ ദൈവവാഹകെന്നൊക്കെ പറയുമ്പോഴും ഊന്നൽ നൽകുന്നത് ഈശോയിലേക്കാണ്, ക്രിസ്തുവിനെ കുറിച്ചാണ്. മറിയത്തെക്കുറിച്ചല്ല ഒന്നാമതായി പറയുന്നത്, രണ്ടാമതാണ് മറിയത്തെക്കുറിച്ച്. ദൈവമാണ് മനുഷ്യനായത്, മനുഷ്യൻ ദൈവമായതല്ല, ദൈവമാണ് മനുഷ്യനായത്. നമുക്ക് ഈ മനുഷ്യ ദൈവങ്ങൾ എന്ന് പറഞ്ഞ കുറെ ആളുകളില്ലേ, സ്വാമിമാരോ ഗുരുമാരോ ഒക്കെ, അങ്ങനെയല്ല. മനുഷ്യൻ ദൈവമായതല്ല, ദൈവം മനുഷ്യനായതാണ്. വചനമായ ലോഗോസായ ദൈവം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. യോഹന്നാൻ 1:14. അവൻ അങ്ങനെ നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചത് മറിയത്തിൽ മനുഷ്യനായി രൂപമെടുത്തിട്ടാണ്. ഈ കാര്യമാണ് തെയോത്തോക്കോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിത്യം നിലനിൽക്കുന്ന ദൈവം തന്നെ പുത്രനാണ് മനുഷ്യനായി ഭൂമിയിൽ വന്നത്. എന്നാൽ ദൈവം തന്നെയായി ഈശോ മനുഷ്യനായി ഭൂമിയിൽ വരുമ്പോൾ റോക്കറ്റ് ഉപയോഗിച്ച് വരികയല്ല, ആകാശത്ത് കെട്ടിയിറക്കുകയല്ല. മറിയത്തിൽ ഒരു മനുഷ്യനായി രൂപമെടുത്ത് 10 മാസം അവിടെ കിടന്ന് അങ്ങനെ ഈ മനുഷ്യത്വം മറിയത്തിൽ സ്വീകരിച്ചിട്ടാണ് ദൈവം മനുഷ്യനായത്. അതായത് മറിയത്തെ കൂടാതെ മിശിഹായെക്കുറിച്ചോ ദൈവം തന്നെയായ പുത്രനെക്കുറിച്ചോ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. മറിയത്തെ മാറ്റി നിർത്തിയിട്ട് മനുഷ്യാവതാരത്തെക്കുറിച്ചോ കാൽവരി ബലിയെക്കുറിച്ചോ നിത്യം നിലനിൽക്കുന്ന ബലിയെക്കുറിച്ചോ രക്ഷയെക്കുറിച്ചോ ഉത്ഥാനത്തെക്കുറിച്ചോ ഒന്നും തന്നെ ചിന്തിക്കാൻ പറ്റില്ല. കാരണം ദൈവം മനുഷ്യനാകണ്ടേ ആദ്യം ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ. ആ സംഭവിച്ചത് ആരിലൂടെയാണ്? മറിയത്തിലൂടെയാണ്. തെയോത്തോക്കോസ് എന്നുള്ള ആ വാക്കുകൊണ്ട് പൗരത്വ സഭകൾ ഉദ്ദേശിച്ചതൊക്കെയാണ്. അവളിൽ നിന്ന് മനുഷ്യനായി ജനിച്ചവൻ അനാദി മുതൽ ദൈവമായിരുന്നവനും ഇപ്പോൾ ദൈവമായിരിക്കുന്നവനും ഇനി എന്നേക്കും ദൈവമായിരിക്കുന്നവനുമാണ്. പക്ഷേ അവൻ ഭൂമിയില് രക്ഷകനായി മധ്യസ്ഥനായി വന്നത് മറിയം എന്ന സ്ത്രീയിൽ നിന്ന് മനുഷ്യത്വം സ്വീകരിച്ച് അവളുടെ ഗർഭത്തിൽ കിടന്ന് 10 മാസം കിടന്ന് അവളുടെ ചിന്തകളും എല്ലാം അവളിൽ നിന്ന് സ്വീകരിച്ച് പിന്നെ അവൾ പ്രസവിച്ച് അവൾ മുലപ്പാൽ കൊടുത്ത് അങ്ങനെ വളർത്തിയ ആ ശിശു, ആ മനുഷ്യാവതാരം സംഭവിച്ചത് കൊണ്ടാണ് അവന്റെ ഈ കാൽവരിലെ കുരിശുമരണം നടന്നതും കബറടക്കപ്പെട്ടതും ഉത്ഥാനം ചെയ്തതും പരിശുദ്ധാത്മ നൽകിയതും എല്ലാം ആശ്രയിച്ചു നിൽക്കുന്നത് ഈ മനുഷ്യാവതാരത്തിനാണ്. മനുഷ്യാവതാരം ആശ്രയിച്ചു നിൽക്കുന്നത് മറിയത്തിലാണ്. മറിയം സമ്മതം കൊടുത്തില്ലായിരുന്നെങ്കിലോ? ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു ഒറ്റ വാക്കാണ് തെയോത്തോക്കോസ്. അപ്പൊ എന്റെ കർത്താവിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ എന്റെ തെയോത്തോക്കോസ്, ദൈവം തന്നെയായ പുത്രനെ പ്രസവിച്ചവൾ എന്നാണ് ഈ എലിസബത്ത് പറഞ്ഞ കാര്യം തന്നെ ഒരു ഗ്രീക്ക് വാക്കുപയോഗിച്ച് പൗരത്വ സഭകൾ പറയാണ് തെയോത്തോക്കോസ്. അത് ഗംഭീരമാണിത്. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ 2, 3, 4 പ്രാവശ്യം ഒന്ന് കേൾക്കണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നിയാലും ആഴം വളരെ വലുതാണ്. അതുകൊണ്ട് നിങ്ങൾ പല പ്രാവശ്യം കേൾക്കുകയും കേട്ട കാര്യങ്ങൾ പങ്കുവെക്കുകയും
നമ്മുടെ സഭയിൽ നിന്ന് വിട്ടുപോയിരിക്കുന്ന മറിയത്തെ പ്രതിയും കുർബാനയെ പ്രതിയുമാണ് ആൾക്കാർ വിട്ടുപോയിരിക്കുന്നത്. ഇത് രണ്ടുമാണ് ഇടർച്ചയ്ക്ക് കാരണം. അന്നും ഇന്നും അങ്ങനെ ഇടറിപ്പോയിരിക്കുന്ന ആളുകളൊക്കെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഒരു ജീവിത ലക്ഷ്യമായി നമ്മൾ കരുതേണ്ടതുണ്ട്. അങ്ങനെ സംഭവിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.